അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീണ്ടും ചക്ക കിട്ടിയെന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. ഇതിവിടുത്തെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്ന ഒരു ചക്കയാണ്. അപ്പം ഇതെന്നാ ഒന്ന് വേവിച്ചേക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി എടുത്ത് പഴുപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക വെട്ടാനായിട്ട് കത്തിയൊക്കെ റെഡിയാക്കി അതിൽ എണ്ണയൊക്കെ തേച്ച് കയ്യിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ചക്ക വെട്ടാൻ പോകുക കേട്ടോ. സാധാരണ ഇവിടുത്തെ അച്ഛനാണ് ചക്കയൊക്കെ വെട്ടി അടുത്ത് തരാറുള്ളത്. ഇന്നിപ്പോൾ അച്ഛൻ എങ്ങാണ്ട് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വെട്ടിയേക്കാമെന്ന് വെച്ചു. ചക്കയൊക്കെ രണ്ടായിട്ട് മുറിച്ച് എണ്ണയൊക്കെ തേച്ചത് വെറുതെ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് നിറച്ച് അപ്പടി അരക്കായി. നന്നായിട്ട് വിളഞ്ഞ ചക്കയാണ് കേട്ടോ, നല്ല മഞ്ഞ കളറിലായിരിക്കുന്നത്. ഇത് വരിക്കച്ചക്കയാണെന്നാണ് പറഞ്ഞത്. ഇതിനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അടത്തിയെടുക്കാം. പക്ഷേ അതിൻ്റെ ചക്കക്കുരു തീരെ ചെറുതായിരുന്നു കേട്ടോ, കൊള്ളത്തേ ഇല്ലായിരുന്നു. ചക്ക ചുളയ്ക്ക് നല്ല കട്ടിയൊക്കെ ഉള്ളതായിരുന്നു, പക്ഷെ കുരു ചെറിയ ഈ ആഞ്ഞിലിക്കുരു പോലെ ചെറിയ സൈസ് കുരുവായിരുന്നു. ഞാൻ ചക്കയെല്ലാം വെട്ടി അടത്തിയെടുത്തേ. ഇനി അടുത്തത് ഇതിൻ്റെ ചകണിയെല്ലാം പൊളിച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ ചക്കയെല്ലാം അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ അതിലുണ്ടായിരുന്ന കുറച്ച് വലിയ കുരു നോക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അമ്മയും വല്യമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് ചക്ക വേവിക്കാനിടുമ്പോൾ അതിൻ്റെ കൂടെ ചക്കക്കുരുവും കൂടെ ഇടണമെന്ന്. 2-3 കുരുവൊക്കെ ഇട്ടാൽ മതി, അല്ലെ ചക്ക ഇങ്ങനെ ഓർക്കുമെന്ന്. എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലും എൻ്റെ കൂടെ വിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതേ പടച്ചട്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് കറണ്ട് പോയി. എന്നാൽ പിന്നെ അരകല്ലിൽ അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരിമുളക്, തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയും കൂടെ ഈ ചതയ്ക്കുന്ന കൂടെ ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അരപ്പെല്ലാം അരച്ചുകൊണ്ട് വന്ന് ഇപ്രാവശ്യം കുക്കറിനകത്ത് തന്നെയാണ് വേവിക്കുന്നത്. കുക്കറിനകത്തോട്ട് അരിഞ്ഞതെല്ലാം ഇട്ടിട്ട് ഈ അരപ്പൂട് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുക്കറടച്ച് ഒറ്റ വിസിൽ അടുപ്പിക്കാം. അപ്പോഴത്തേക്ക് ഇതേ അച്ഛൻ കൊണ്ടുവന്നൊരു വാഴച്ചുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് എടുത്തു വെക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തൂത്തിട്ട് പിന്നെ നമ്മൾ ചക്ക വെട്ടി അടത്തിയ കത്തിയില്ലേ, അതേ നിറച്ച് അരക്കല്ലായിരുന്നു. അത് കളയാനായിട്ട് ഞാൻ ഇതുപോലെ ഗ്യാസിലൊന്ന് വെച്ച് ചൂടാക്കിയിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ചൊന്ന് തുടച്ചാൽ മതി, ആ അരക്കെല്ലാം പോവേ. പിന്നെ അതേ കുറച്ച് എണ്ണയും തേച്ച് സോപ്പിട്ട് കഴുകി വെച്ചാൽ മതി. ഇത് കണ്ടോ, കത്തി നന്നായിട്ട് വൃത്തിയായി. നമ്മുടെ കുക്കറിന് ഒരു വിസിൽ വന്ന് ചക്ക വെന്തോന്ന് നോക്കാവേ. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം.
നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ട്. കുറച്ചുകൂടെ ഉപ്പിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാൻ പോവാം. ഇപ്പോൾ പാകം കേട്ടോ. അപ്പോൾ അതേ ചക്കപ്പുഴുക്കായി. ഇനി കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവുകയാണ്. ഇത് അമ്മ കാച്ചി തരുന്ന എണ്ണ കേട്ടോ. അത് ഇച്ചിരി തേച്ച് കുളിച്ചിട്ട് വരാവേ. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഇച്ചിരി വാസലിൻ തേക്കുവാണ്. കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ കാല് നന്നായിട്ട് വിണ്ട് കീറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ വാസലിൻ തേക്കാൻ തുടങ്ങിയ പിന്നെ കാലിന് നല്ല മാറ്റമുണ്ട്. ഇപ്പം വിണ്ട് കീർച്ചയില്ല. പിന്നെ അതേ മുഖത്തിച്ചിരി ഹിമാലയയുടെ ക്രീമും തേച്ച് ഒരു ചെറിയ ലിപ് ബാമും ഇട്ട് കുറച്ച് പൗഡർ കൂടി ഇട്ടൊരു കണ്ണും എഴുതി. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. പുരികവും കൂടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവേ. അപ്പം ഞാൻ പുരികം ത്രെഡ് ചെയ്യാറുള്ള രീതി എങ്ങനെയാണെന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഈ ഒരു ശീലം, ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടി നോക്കി ചിരിക്കുന്നത്? എൻ്റെ അമ്മ എന്നെ എപ്പോഴും കളിയാക്കുവേ. എനിക്ക് ഈ ഒരു ശീലം ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ചോറുണ്ണാൻ പോവുക. ഞാൻ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. ഇച്ചിരി അയലക്കറി, മാങ്ങ അച്ചാറും ചക്കപ്പുഴുക്കും. അയലയുടെ തലയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചോറുണ്ണട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.